നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ന് ഇൻ്റർ മയാമിയും അൽ അഹിലി ഈജിപ്തും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഇന്ന് രാത്രിയാണ് മയാമിയിൽ മത്സരം. പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:30 കളി. അതിന് മുന്നോടിയായിട്ട് ഇന്നലെ ഹാവിർ മഷ്റാനോ മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ അൽ അഹിലിയുടെ കോച്ച് ഹോസെ റിവൈറോ പുതിയ കോച്ചാണ്. അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് പോവുകയാണ്. മെസ്സിയെക്കുറിച്ചും ഇൻ്റർ മയാമി ടീമിനെക്കുറിച്ചുമൊക്കെ സ്പാനിഷ് കോച്ച് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നു, ഇപ്പം അൽ അഹിലി ഒരു സ്പെഷ്യൽ നേച്ചറുള്ള ടീമാണ്. എല്ലായ്പ്പോഴും വളരെ സ്ട്രോങ്ലി കോമ്പീറ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ടീമാണ് എല്ലാ ടൂർണമെൻറ്റുകളിലും. അതുകൊണ്ട് തന്നെ ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് മികച്ച രൂപത്തിൽ വലിയ ചലഞ്ചുകൾ നേരിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇൻ്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്. ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഉള്ള മെസ്സിയെ പോലെ, ബുസ്കറ്റ്സിനെ പോലെ, സുവാരസിനെ പോലെ പരിചയമുള്ള മികച്ച താരങ്ങളുണ്ട്. അവർക്കൊരുപാട് അംബിഷനുമുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ചെയ്യും ഒരു ഗുഡ് റിസൾട്ട് ഉണ്ടാക്കാനും ടീമിൻ്റെ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാനുമായിട്ട് ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് തന്നെ ചെയ്യും. ലിയോ മെസ്സി ഒരു ഗ്രേറ്റ് പ്ലെയറാണ്. കളിയെ സ്വന്തമായിട്ട് നിയന്ത്രിക്കാൻ കെൽപ്പുള്ള, എതിർ ടീമിൻ്റെ പ്ലേയിങ് പ്ലാനുകൾ മാറ്റിമറിക്കാൻ കപ്പാസിറ്റിയുള്ള, എക്സെപ്ഷണൽ എബിലിറ്റിയുള്ള താരമാണ്. ലോകത്തിന് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കളി നിയന്ത്രിക്കാം. അദ്ദേഹം കളി റീഡ് ചെയ്യുന്നതും ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും വളരെ സ്പെഷ്യലായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഉയർത്തുന്ന ഡേഞ്ചർ തടയാൻ വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മത്സരത്തിന് വേണ്ടി ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലാൻ റെഡിയാണ്. മെസ്സി മാത്രമല്ല അവരുടെ ടീമിൽ ഡേഞ്ചറസ് ആയിട്ടുള്ളത്, മറ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സും ഇൻ്റർ മയാമിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കരുതി തന്നെയാണ് ഇറങ്ങുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഞങ്ങൾക്ക് വലിയ അംബീഷൻസ് ഉണ്ട്. പ്ലെയേഴ്സിന് കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും എളുപ്പമല്ല ഹെഡ് കോച്ചായിട്ടൊരു റെസ്പോൺസിബിലിറ്റി ഇത്തരത്തിലുള്ള ഒരു മേജർ ടൂർണമെൻറ്റിൽ പങ്കെടുത്തുകൊണ്ട് ആരംഭിക്കുക എന്നുള്ളത്. എന്തായാലും ഒരുപാട് ഫാക്ടേഴ്സ് വെച്ച് ബിൽഡ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അൽ അഹിലി എന്ന ടീം എല്ലായ്പ്പോഴും കിരീടങ്ങൾ വിജയിക്കുന്ന ടീമാണ്. വളരെ ഫുൾ സ്ട്രെങ്ത്തിൽ കോമ്പീറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ടീമാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ടീമിൻ്റെ ഒരു ഹാർമണി നല്ല രൂപത്തിൽ മാറ്റാനും താരങ്ങൾക്കിടയിൽ ഒരു ട്രസ്റ്റ് വളർത്താനും അതനുസരിച്ച് മുന്നോട്ട് പോകാനുമാണ്. ഇൻ്റർ മയാമിക്കെതിരെ ഒരു കളക്റ്റീവ് പെർഫോമൻസ് പുറത്തെടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് റിവൈറോ പറയുന്നു. അദ്ദേഹം പുതിയ കോച്ചാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലെ ആദ്യ ഒഫീഷ്യൽ മത്സരത്തിനാണ് അൽ അഹിലി ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിൽ സംസാരിക്കുന്നതും. എന്തായാലും മെസ്സിയെ സ്റ്റോപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെന്നല്ലേ പറയുന്നത്. നടക്കുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.